ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടേക്കൂട്ടുള്ള ഫോട്ടോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം രണ്ട് ഫോട്ടോ എടുത്ത് വെക്കണം. ഒന്ന് നിങ്ങളില്ലാത്ത ഫോട്ടോയും ഒന്ന് നിങ്ങളുള്ള ഫോട്ടോയും ആ സെയിം സ്ഥലത്ത് തന്നെ വെച്ചിട്ട് സെയിം പ്ലേസിൽ തന്നെ ഫോൺ വെച്ചിട്ട് ഫോണിലും ക്യാമറ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് നിങ്ങളുള്ള ഫോട്ടോയും ഒന്ന് നിങ്ങളില്ലാത്ത ഫോട്ടോയും. എന്നിട്ട് നമ്മൾ പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ട് എടുത്തിട്ട് നമ്മളുള്ള ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രോയിൽ പോവുക. കളറ് റെഡ് കൊടുക്കുക. റെഡ് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ, അത് നമുക്ക് മാച്ച് കളയാനുള്ള കളറാണല്ലോ. ഇപ്പോൾ റെഡ് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിലില്ലാത്ത കളർ കൊടുക്കണം. ഈ ഷർട്ട് ഇപ്പോൾ നീല ഷർട്ടാണല്ലോ, അപ്പോൾ ഇതിലില്ലാത്ത കളറ് വേണം കൊടുക്കാൻ. കൊടുത്തിട്ട് കളറടിക്കുക. ഏകദേശം റെഡി ആയി. എൻ്റെ ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുക. പിക്സാർട്ട് ക്ലോസ് ചെയ്യുക. പിക്സാർട്ടിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ പിക്സൽ ലാബാണ്. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഈ ന്യൂ ടെക്സ്റ്റിൻ്റെ ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആക്കി കളയുക. മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് അടിക്കുക. ഇമ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളില്ലാത്ത ഫോട്ടോ എടുക്കുക. എന്നിട്ട് അത് ബാക്കിൽ വെക്കണം. നിങ്ങളില്ലാത്ത ഫോട്ടോ എടുക്കുക. എന്നിട്ട് അത് ബാക്കിൽ വയ്ക്കുക. വലുതാക്കുക. നിങ്ങളില്ലാത്ത ഫോട്ടോ എടുത്ത് ബാക്കിൽ വെച്ചു. ഇനി നമ്മളുള്ള ഫോട്ടോ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് അടുത്ത ഇമേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷന് പോയിട്ട് ഇമ്പോർട്ട് ആക്കിയിട്ട് നമ്മളുള്ള ഇമേജ് എടുക്കുക. അത് കഴിഞ്ഞ് ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞ് ആഡ് ചെയ്യുക നമ്മുടെ ഫോട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്നാമത്തെ ഐക്കണിൽ തന്നെ പോയിട്ട്, അത് ഫോട്ടോയുടെ ഐക്കണാണ്, മൂന്നാമത്തെ ഐക്കണിൽ തന്നെ പോയിട്ട് ഈ റേസ് കളർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എനേബിൾ ചെയ്യുക. എന്നിട്ട് ഈ ഐക്കൺ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് കളറ് കളയണ്ട, ചുമപ്പല കളയാണ്. ചുമപ്പിൻ്റെ അവിടെ ടിക്ക് കൊടുക്കുക. ചുമപ്പ് പോയി കണ്ടോ. ചുമപ്പ് പോയിട്ട് ഇനി സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. ഫുൾ സ്മൂത്തൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കയ്യിൻ്റെ ഇച്ചിരി പോകും. അപ്പോൾ വേണ്ട രീതിക്ക് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിൽ സേവ് ചെയ്യാൻ കാണിച്ചു തരാം. സേവ് ചെയ്യണ ഇവിടെ സേവ് പഠിക്കുക. എന്നിട്ട് സേവ് ആസ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് അൾട്രാ കൊടുക്കുക. എന്നിട്ട് സേവ് ടു ഗാലറി അടിക്കുക. ഇപ്പോൾ റെൻഡറിങ് ഇമേജ് എന്ന് അടിക്കും. 2 ഇമേജും കൂടി കൂടിച്ചേരുന്നതാണ്. എന്നിട്ട് സേവിങ് ഇമേജ് എന്ന് അടിക്കും. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.